സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ. മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ ബലി യഥാ യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ അനുഗ്രഹത്തിനും കാരുണ്യത്തിനുമായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർത്തമാനമാക്കണമേ. അങ്ങനെ നേതാവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായവ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് എന്നോട് ഇപ്രകാരം അരുളിച്ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക, അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഞാൻ ഒരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു. കർത്താവ് വീണ്ടും എന്നോട് അരുളിച്ചെയ്തു, നീ വാങ്ങിയുടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്തു കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിപ്പിച്ചു വയ്ക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാനത് യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഒളിച്ചു വെച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, നീ യൂഫ്രട്ടീസ് തീരത്ത് ചെന്ന് എൻ്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വച്ചിരുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു.
അപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദായുടെ അഹങ്കാരത്തെയും ജെറുസലേമിൻ്റെ ഔദ്ധത്യത്തെയും ഞാൻ ഇതേവിധം നശിപ്പിക്കും. എൻ്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് അത് കാണുകയും തൻ്റെ പുത്രിപുത്രന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം. അവർ വക്രവും അവിശ്വസ്തവും ആയ തലമുറയാണ്. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി. മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും. ഭോഷന്മാരുടെ ഒരു ജനതയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുൾ ചെയ്തു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് എല്ലാ വിത്തിനേക്കാളും ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റുള്ള ചെടികളേക്കാൾ വലുതായി ആകാശ പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുൾ ചെയ്തു. 3 ഇടങ്ങാഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും ആരോടും പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരിക്കുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മിക്കവാറും ഞായറാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലുമെല്ലാം നമ്മളെ പള്ളികളിൽ സുവിശേഷ വ്യാഖ്യാനങ്ങളും പ്രസംഗങ്ങളും നടക്കുമ്പോൾ
കഥകളിലൂടെയും ആരുടെയെങ്കിലും അനുഭവങ്ങളിലൂടെയെല്ലാം വെളിച്ചത്തിൽ വചനം സന്ദേശം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യേശുനാഥൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവൻ ഉപമകളിലൂടെയാണ് സംസാരിച്ചതെന്ന് ഇന്നത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ ഈ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചത് ഉപമകളിലൂടെയാണ് എന്ന്. മാത്രമല്ല, പഴയ നിയമത്തിലായാലും പ്രവാചകനിലൂടെ എഴുതപ്പെട്ടിരിക്കുന്ന ആ വാക്കുകളും ഇവിടെ ഉച്ചരിച്ചിട്ടുണ്ട്. അതായത് അവൻ അവരോട് ഉപമകളിലൂടെ ആണ് പഠിപ്പിച്ചത് എന്ന്. അതിൻ്റെ പൂർത്തീകരണമാണ് യേശുവിലൂടെ സംഭവിച്ചത്. ഇനി ഇന്നത്തെ ഉപമകൾ 2 ഉപമകളാണ്. രണ്ടും സ്വർഗരാജ്യത്തെ സദൃശപ്പെടുത്തിക്കൊണ്ടാണ്, ഉപമിച്ചുകൊണ്ടാണ്. അതായത് ഒന്ന്, വിത്തുകളിൽ ഏറ്റവും ചെറിയ വിത്തായ കടുകുമണി, അത് നട്ട് കഴിയുമ്പോൾ വലിയ മരമായി തീരുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 3 ഇടങ്ങാഴി മാവിനോടൊപ്പം അത് പുളിക്കുവാനായിട്ട് ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിനെയുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ 2 നമ്മൾ കാണുന്നത് ചെറുതാണ് എന്നാൽ വളരുന്നു എന്ന്. പുളിമാവ്, മാവിൽ പുളിയിടുമ്പോൾ ആ മാവ് മുഴുവനും പുളിക്കുമാറ് ആ പുളിയുടെ ശക്തി അതിൽ വ്യാപിക്കുന്നു എന്നാണ്. ഇനി കടുകുമണി എത്രമാത്രം ചെറുതാണോ അത് അത്രമാത്രം വളർന്ന് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം എത്ര വലുതാണോ എത്ര ചെറുതാണോ, ശരീരത്തിൻ്റെ പല അവയവങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം കൂട്ടിച്ചേർന്നതാണ് നമ്മുടെ ശരീരം. എന്നാൽ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഹൃദയത്തിൽ ആ കർത്താവിൻ്റെ സ്ഥാനം, കർത്താവിൻ്റെ വചനം, അത് നമ്മൾ നട്ട് കഴിയുകയാണെങ്കിൽ, അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ആ വചനം എത്രമാത്രം വലിയ കൃപയിലേക്കാണ് പോകുന്നത്. അത് നിൻ്റെ കണ്ണുകളെ നയിക്കുന്നു, കാതുകളെ നയിക്കുന്നു, നിൻ്റെ പാദങ്ങളെ നയിക്കുന്നു, നിൻ്റെ കരങ്ങളെ നയിക്കുന്നു, നിൻ്റെ നാവിനെ നയിക്കുന്നു എന്ന്. അപ്പോൾ ഈ പുളിമാവിൽ നിക്ഷേപിച്ച അല്ലെങ്കിൽ പുളിമാവിൽ ഇട്ടിരിക്കുന്ന ആ പുളിയെ പോലെ, മാവിലിട്ടിരിക്കുന്ന പുളിയെ പോലെയും വിത്തുകളിൽ കടുക് മണി പോലെയും ഒക്കെ അത് വളർന്നു കഴിയുന്നു എന്നാണ്, വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിച്ച ക്രിസ്തു എന്ന സങ്കല്പം, അത് നീ വിശ്വാസത്തോടു കൂടിയാണ്, നീ വിശ്വാസത്തോടെയും വിശുദ്ധിയോടും കൂടിയാണ് ആ ക്രിസ്തു എന്ന സങ്കല്പം നിന്റെ ഹൃദയത്തിൽ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിനെ നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ, അവൻ തൻ്റെ ആത്മാവിനെ നീ നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ, പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിൽ, ആ ദൈവസ്നേഹമാണ് നീ ആ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ സ്നേഹമായി മാറുന്നു. ക്രിസ്തുവിനെയാണ് നീ നിക്ഷേപിച്ചിരിക്കുന്നത് എങ്കിൽ ആ ക്രിസ്തീയ ഗുണമോ പൂർണ്ണമായിട്ടും നിന്റെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. പിന്നീട് നിന്റെ പ്രവൃത്തി അല്ലാതെയാകുന്നു, നിന്റെ വാക്കുകൾ അല്ലാതെയാകുന്നു. അതാണ് യേശുനാഥൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും യേശുനാഥൻ മർദ്ദനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നത്, നീ ന്യായാധിപ സംഘത്തിൻ്റെ ഇടയിലും നാടുവാഴികളുടെ ഇടയിലുമായിരിക്കുമ്പോൾ നീ അവരോട് എന്ത് പറയണമെന്ന് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ നീയല്ല സംസാരിക്കുന്നത്, ഞാൻ അയക്കുന്ന ആത്മാവാണ് സംസാരിക്കുന്നത് എന്ന്. അതായത് നീ ക്രിസ്തുവിനെ ഈ ലോക അനുഭവങ്ങളിൽ വെച്ച്, നിനക്ക് ഈ ലോകത്തിലെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പല തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരും, സന്തോഷങ്ങൾ കടന്നു വരും. അതിലൂടെ നീ നിന്നെ തന്നെ നിർവൃതിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ അല്ലാതെയായി മാറുന്നു. എന്നാൽ ഈ എനിക്ക് സന്തോഷം നൽകുന്ന, എൻ്റെ ശരീരത്തിന്, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അവയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഞാൻ എൻ്റെ ക്രിസ്തുവിനാണ് പ്രാധാന്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് ഈ ലോകത്തെ തന്നെ, എൻ്റെ ശരീരത്തെ തന്നെ, ഈ ലോകത്തെ തന്നെ അതിനെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും. കാരണം നിന്നിലൂടെ ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് അനേകർക്ക് വൃക്ഷം പോലെ, വലിയ പടർന്ന് പന്തലിച്ച വൃക്ഷം പോലെ അനേകർക്ക് അത് തണലായി മാറുകയും ചെയ്യും. അപ്പോൾ സ്വർഗരാജ്യം നിന്നിലൂടെ
ലോകം അനുഭവിച്ചറിയുമെന്നാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ഗുണങ്ങൾ പുറത്തുനിന്ന് നമ്മൾ സ്വീകരിക്കുക എന്നതിനേക്കാളും ഉപരിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവാകുന്ന സ്വർഗീയ ഗുണങ്ങളെ നിന്നിലൂടെ സൃഷ്ടിക്കപ്പെടുവാനായിട്ട് നീ ആഗ്രഹിച്ച് പ്രയത്നിക്കുമ്പോൾ തീർച്ചയായിട്ടും നീ ജീവിക്കുന്ന ക്രിസ്തുവായും ഒപ്പം തന്നെ നീ ആയിരിക്കുന്ന ഇടം സ്വർഗീയ ഇടം എന്നതുപോലെയും ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലായിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നൽകുന്നു നാഥ നിൻ തിരുസന്നിധിയിൽ, എല്ലാം എനിക്കെന്നോ താത നീയല്ലാതീ ഭൂമിയിൽ. ഇടറും ഹൃദയം പാടുമീ ഗീതം നിരതം ഞാനേകും ജീവാർപ്പണം. ഇടറും ഹൃദയം പാടുമീ ഗീതം നിരതം ഞാനേകും ജീവാർപ്പണം. എല്ലാം നൽകുന്നു നാഥ നിൻ തിരുസന്നിധിയിൽ, എല്ലാം എനിക്കെന്നോ താത നീയല്ലാതീ ഭൂമിയിൽ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ സമൃദ്ധിയിൽ നിന്നും ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഈ ലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാകുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണ ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതീക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കാൻ വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ നിത്യസ്മാരകമായ ദിവ്യ കുദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ
മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം.